മോളിവുഡിൽ പല സിനിമകളും ഗംഭീരമായി ചെയ്തിട്ട് അത് അന്യഭാഷയിൽ കൊണ്ടുപോയി റീമേക്ക് ചെയ്ത് അതിലും വലിയ ഗംഭീര ഹിറ്റടിക്കുന്ന സ്വഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ അടുത്തിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ബോളിവുഡിൽ കൊണ്ടുപോയതാണ്. ദൃശ്യം എന്ന സിനിമ ഏറ്റവും ഗംഭീരമായി റീമേക്ക് ചെയ്ത് ഗംഭീര ഹിറ്റടിച്ച ബോളിവുഡുകാരെയാണ് നമ്മൾ അടുത്തിടയ്ക്ക് കണ്ടത്. ഇതിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ മലയാളികൾ എത്താറുമുണ്ട്. ഇപ്പോൾ ദൃശ്യം 3യും അതുപോലെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അവർ വലിയ ഹിറ്റ് അടിക്കുമായിരിക്കും. എന്നാൽ മലയാളത്തിൽ ഗംഭീര സിനിമകളുടെ റീമേക്കുകൾ ബോളിവുഡിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിലെ ഒരു പ്രധാനിയാണ് പ്രിയദർശൻ മലയാളത്തിലെ ഗംഭീര ഹിറ്റുകൾ, അതും പ്രിയദർശന്റെ ഹിറ്റുകൾ ബോളിവുഡിൽ കൊണ്ടുപോയി ഗംഭീര ഹിറ്റടിക്കുന്ന കാഴ്ച. ഇപ്പോഴിതാ മോഹൻലാലിന്റെ ഒരു ചിത്രം തന്നെ ബോളിവുഡിലേക്ക് പ്രിയദർശൻ കൊണ്ടുപോവുകയാണ്. എന്നാൽ മോഹൻലാൽ ഗംഭീരമായി അഭിനയിച്ച് വലിപ്പിച്ച ഒരു ചിത്രമാണ് കൊണ്ടുപോകുന്നത്. എത്രമാത്രം അവർക്ക് അതിന് കഴിയും എന്നതാണ് ഇപ്പോൾ പല പ്രേക്ഷകരും പല അതിശയത്തോടെ സംസാരിക്കുന്നതും. മോഹൻലാലിന്റെ ഗംഭീര പ്രകടനങ്ങൾ നടത്തിയ സിനിമകൾ ബോളിവുഡിലും അന്യഭാഷയിലും ഒക്കെ കൊണ്ടുപോയി റീമേക്ക് ചെയ്യുമ്പോഴാണ് മോഹൻലാൽ എത്ര കിടിലനായിട്ടാണ് ആ കഥാപാത്രമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊക്കെ അപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുപോലെ ഒന്നാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത് മോഹൻലാലിന്റെ ഒപ്പം എന്ന ചിത്രം. മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ മോഹൻലാലിന്റെ ഒപ്പം സിനിമയ്ക്ക് റീമേക്കുമായി ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാർ എത്തുകയാണ്. ഹിന്ദിയിൽ അണിയറയിൽ ഒരുങ്ങുന്ന റീമേക്ക് ചിത്രം പ്രിയദർശൻ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. അക്ഷയ് കുമാറിനൊപ്പം സെയ്ഫ് അലി ഖാനും ചിത്രത്തിൽ പ്രധാന റോളിൽ എത്തുന്നുണ്ട്. ഹൈവാൻ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 17 വർഷങ്ങൾക്ക് ശേഷമാണ് അക്ഷയ് കുമാറും സെയ്ഫ് അലി ഖാനും വീണ്ടും ഒരു ചിത്രത്തിനായി ഒന്നിക്കുന്നത്. 2008 ഇരുവരും ഒടുവിൽ ഒരുമിച്ച് അഭിനയിച്ചത്. ഒപ്പം സിനിമയുടെ കടുത്ത ആരാധകനാണ് താനെന്ന് അക്ഷയ് കുമാർ പറഞ്ഞിട്ടുള്ളതായി അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓഗസ്റ്റിൽ റീമേക്ക് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അക്ഷയ് കുമാർ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ മറ്റ് 2 ചിത്രങ്ങൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇരുവരും ഒന്നിക്കുന്ന ഭൂത് ബംഗ്ല എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അടുത്തിടെ പൂർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് അക്ഷയ് കുമാറും സുനിൽ ഷെട്ടിയും പരേഷ് റാവലും ഒന്നിക്കുന്ന ഹേരാഫേരിയുടെ 3ാം ഭാഗവും പ്രിയദർശന്റെ സംവിധാനത്തിൽ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒപ്പം എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ഹൈവാനും ഉറപ്പിച്ചിരിക്കുകയാണ്. മലയാളികൾ ഇതറിഞ്ഞപ്പോൾ മുതൽ അന്താക്കിലാടി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുമുണ്ട്. എന്നാൽ മോഹൻലാൽ അഭിനയിച്ച് ബലിപ്പിച്ച ഗംഭീര കഥാപാത്രമാണ് ഒപ്പത്തിലെ മോഹൻലാൽ കഥാപാത്രം. അത് എത്രമാത്രം അക്ഷയ് കുമാർ ഗംഭീരമാക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്നാൽ മോഹൻലാലിന്റെ എത്രയോ കിടിലൻ കഥാപാത്രങ്ങളും സിനിമകളുമുണ്ട്. അതൊന്നും അവർ കൊണ്ടുപോകാത്തതെന്തേ എന്ന് ചോദിക്കുമ്പോൾ അതത്ര പെട്ടെന്നൊന്നും അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ അതേപോലൊരു സിനിമയിലെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അതും സാക്ഷാൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത പ്രിയദർശൻ തന്നെ ഏറ്റവും ഗംഭീര സിനിമ എന്ന് പറയാവുന്ന കാലാപ്പാനിയെ കുറിച്ചാണ്. കാലാപ്പാനി സിനിമയിൽ ഷൂ നാവുകൊണ്ട് വൃത്തിയാക്കുന്ന സീൻ ചെയ്തതിനെ കുറിച്ച് മനസ്സ് തുറന്ന് നടൻ മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. തന്റെ ഏറ്റവും പുതിയ ചിത്രമായ കണ്ണപ്പയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. കണ്ണപ്പയിലെ നായകൻ വിഷ്ണു മഞ്ജുവാണ് മോഹൻലാലിനോട് ഇക്കാര്യം ചോദിച്ചത്. കാലാപ്പാനി സിനിമയിൽ എങ്ങനെ ഇത്തരം ഒരു സീൻ ചെയ്യാമെന്ന് സമ്മതിച്ചുവെന്നാണ് വിഷ്ണുവിന് അറിയേണ്ടത്. സിനിമയിൽ മിർസ ഖാൻ എന്ന കഥാപാത്രത്തിന്റെ ഷൂ ആണ് മോഹൻലാൽ ചെയ്ത ഗോവർദ്ധൻ മേനോൻ നാവുകൊണ്ട് വൃത്തിയാക്കുന്നതായി കാണിക്കുന്നത്. കഥാപാത്രമാണ് അത് ചെയ്യുന്നതെന്നും അപ്പോൾ അത് അഭിനയിക്കല്ലാതെ നമ്മൾക്ക് മുന്നിൽ മറ്റൊരു ചോയ്സ് ഇല്ലെന്നുമായിരുന്നു മോഹൻലാലിന്റെ മറുപടി. കഥാപാത്രം ആവശ്യപ്പെടുമ്പോൾ തടയാൻ പറ്റില്ല. അത് ആ കഥാപാത്രത്തിന്റെ അവസ്ഥയാണ്. നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. ഒരു ഇന്ത്യക്കാരനോട് കാണിക്കുന്ന ക്രൂരതയാണ് ആ സീനിലുള്ളത്. കഥാപാത്രവും സാഹചര്യവും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്നും മോഹൻലാൽ വ്യക്തമാക്കുകയാണ്. ഇത് മറ്റാർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ പറയാം. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ 1996 കലാപാനി പുറത്തിറങ്ങിയത്. ചിത്രം ഡബ്ബ് ചെയ്ത് മറ്റു ഭാഷകളിലും ശ്രദ്ധിക്കപ്പെട്ടു. മലയാള സിനിമയിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി ഇപ്പോഴും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് കാലാപാനി. ടി ദാമോദരന്റെയും പ്രിയദർശന്റെയും തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം 3 ദേശീയ പുരസ്കാരങ്ങളാണ് നേടിയത്. മോഹൻലാലിന് പുറമെ പ്രഭു, അമരീഷ് പുരി, തബു, ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു.